everyone, welcome back to Zion Learning. Welcome back to our English class. So, മക്കളെ സ്കൂളൊക്കെ തുറന്നു ഓൾമോസ്റ്റ് അല്ലേ നമ്മൾ എന്താണ് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ മൂവ് ചെയ്ത് തുടങ്ങി. സോ വൈ ആം ഹിയർ ദെൻ അപ്പൊ ഞാനിപ്പോൾ എന്തായിരിക്കും ദ ഫൺ ദേ ഹാഡ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ വെച്ചിട്ട് വൈ ആം ഹിയർ ബിഫോർ യു ഓൾ. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ ദാറ്റ്, ലെറ്റ് മീ സേ ദാറ്റ്. സോ ഐ തോട്ട് വൈ കാൻറ്റ് ഐ എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ടു യു സിൻസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലേ. നമുക്കറിയാം നമ്മുടെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠമാണ്. അപ്പോൾ എന്താണ് പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സ്റ്റുഡൻസിന് പലപ്പോഴും എന്താണ് പാഠം എന്ന് പോലും അറിയൂല. ആക്ച്വലി വാട്ട് ദ ചാപ്റ്റർ ടെൽസ് us, what the chapter tries to understand us, അത് നമ്മളിൽ പലപ്പോഴും ആർക്കും അറിയാറില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഫൺ ദേ ഹാഡ് എന്ന് പറയുന്ന ഈ ഒരു പാഠം എന്താണ് ആക്ച്വലി, വാട്ട് ഈസ് ദ തീം, വാട്ട് ഇറ്റ് ടെൽസ് us, what it wants to teach us, ഇത് നമ്മളോട് എന്താണ് പറയുന്നത്, ഇത് നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം. സോ ദ ഫൺ ദേ ഹാഡ്, ആരാണ് ഹു ഹാഡ് ഫൺ, ലെറ്റ്സ് സീ. നോക്കാം ഇവിടെ. See, the story, it opens with Maggie writing in her diary about an old book that Tommy had found. So the story, it begins with the diary writing. ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്, നമ്മൾ സിനിമയിലൊക്കെ ഫ്ലാഷ് ബാക്ക് കാണുന്ന പോലെ. The story, it begins with the diary writing, and who is writing the diary? Margie, the girl, she's writing, and she's writing about a book which Tommy found. ടോമി എന്താണ് എവിടെ നിന്നോ ഒരു പുസ്തകം, എന്തെങ്കിലും പഴയൊരു പുസ്തകം കണ്ടുപിടിച്ച് വന്ന് ആ പുസ്തകത്തെ കുറിച്ചാണ് ആരെ എഴുതുന്നത്, നമ്മുടെ മാഗി. ഷീസ് സ്ക്രിബ്ലിംഗ് ഇൻ ഹർ diary. Maggie was reminded of her grandfather, who had once talked about his grandfather who went to an actual school where the students were taught by human teachers. Okay, അപ്പോൾ ആക്ച്വലി നമ്മുടെ മാഗിയുടെ ഗ്രാൻഡ് ഫാദർ ഒരിക്കൽ അവളോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ദിവസം സംസാരിക്കുന്നിട്ട് അദ്ദേഹം എന്ത് പറയും, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പണ്ട് സ്കൂൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, ഓക്കെ, സ്കൂൾ, ഫിസിക്കൽ സ്കൂൾ, ഓക്കെ, ആ ഒരു എന്താ പറയുക സ്കൂൾ എന്ന് പറയുന്ന സ്ഥലവും അവിടെ പോയതും അവിടെയുള്ള കൂട്ടുകാരെ കണ്ടതും അല്ലെ, അവിടെ പഠിപ്പിച്ചത് ആരാണ്, ഹ്യൂമൻ ടീച്ചേഴ്സാണ്, മനുഷ്യർ തന്നെയാണെന്ത് അവിടെ ടീച്ചേഴ്സായിട്ടുള്ളത് പഠിപ്പിച്ചതും ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കറിയാം, നമ്മുടെ മാഗിക്ക് അറിയാം. ആൻഡ് however Maggie and Tommy lived in the future world in the year 2157. നമ്മളൊക്കെ 2025, നമ്മളൊക്കെ 2157 ആകുമ്പോൾ നമ്മളെന്ന് ഈ ഭൂലോകത്ത് പോലും ഉണ്ടാവില്ലേ, നമ്മളൊക്കെ നക്ഷത്രങ്ങളായി ആകാശത്ത് എണ്ണുന്നുണ്ടാകും. സോ ഇവിടെ പറഞ്ഞു നോക്കുക, അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേൾഡിലെ സ്റ്റോറിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവർ എഡ്യൂക്കേഷൻ വാസ് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്തായിരിക്കും, പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, നൗ ദേ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അവർ എന്ത് ചെയ്തിട്ടില്ല, സ്കൂളിലേക്ക് പോയിട്ടില്ല. Instead, they had a special study room where a computer taught them. The computer teacher was programmed and adjusted according to the needs of each child. ഇവിടെ നോക്കാം. Instead, they had a special study room where a computer taught them. അവർക്കൊരു സ്പെഷ്യൽ ഒരു റൂം ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അവിടെ ആരാ അവരെ പഠിപ്പിക്കുന്നത്, ഒരു കമ്പ്യൂട്ടർ പഠിപ്പിക്കും. A teacher, a robotic teacher, a computer teacher was there, and the teacher was programmed and adjusted according to the needs of each child. ഓരോ കുഞ്ഞിൻ്റെ നീഡ്സിനനുസരിച്ചിട്ടാണ് എന്ത് ആ ടീച്ചർ പ്രോഗ്രാംഡ് ആയിട്ട് ഇരിക്കുന്നത്. Now and then the computer teacher developed the faults which were fixed by a county inspector. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ പറയുന്ന കമ്പ്യൂട്ടർ ടീച്ചറിന് ചില മിസ്റ്റേക്സ് ഒക്കെ വന്നു. എത്രയായാലും എന്താണ്, ഇറ്റ്സ് എ മെഷീൻ അല്ലേ, അതൊരു മെഷീനാണ്. കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും, ആ കംപ്ലയിൻറ്റ്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റ് ചെയ്ത് പോകേണ്ടി വരും. Both Tommy and Maggie wanted at the book found by Tommy in his attic. They wanted as they read books on the screen of their computer teacher. Maggie felt that the computer teacher was boring. അപ്പോൾ മാഗിയെ സംബന്ധിച്ച് എന്താണ്, കമ്പ്യൂട്ടർ ടീച്ചർ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, she felt the teacher is a very boring one.
ഭയങ്കര ചടപ്പ് കേസായിട്ട് തോന്നി, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, ഷി ഡിസ്ലൈക്ക് ദ മെക്കാനിക്കൽ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. അവൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ ടീച്ചിങ് ഒക്കെ മടുത്തപ്പം ഷി ഓൾസോ വാണ്ടഡ് ഹൗ മച്ച് ഫൺ ഇറ്റ് വുഡ് ബി സ്റ്റഡിങ് ഇൻ എ സ്കൂൾ. അപ്പോൾ അവളന്ന് ആഗ്രഹിച്ചത്, അവൾ ഓർത്തത് എന്തായിരിക്കും, ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് മനുഷ്യരെ കണ്ട് അല്ലേ, മനുഷ്യരെ തന്നെ കണ്ട് പഠിക്കുക എന്നുള്ളത് എത്രത്തോളം രസകരമായിരിക്കും. ഹൗ ഫൺ ഇറ്റ് വുഡ് ബി, ഹൗ മെമ്മറബിൾ ഇറ്റ് വുഡ് ബി, ഹൗ ഹാപ്പി ഇറ്റ് വുഡ് ബി എന്നായിരിക്കും അവൾ ആലോചിച്ചത്. സ്റ്റഡിങ് ഇൻ എ ഫൺ വേ വിത്ത് അതർ ചിൽഡ്രൻ ആൻഡ് ദാറ്റ് ടു ഫ്രം എ ഹ്യൂമൻ ടീച്ചർ. അപ്പോൾ എന്താണ്, വളരെ തമാശ രീതിയിൽ ഫണ്ണായി ക്ലാസ് റൂം ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഒരു ഹ്യൂമൻ ടീച്ചർ നമ്മൾ പഠിപ്പിക്കുന്നതിന് സുഖം നമുക്ക് വേറെ എവിടെയും എന്താണ് കിട്ടൂല അല്ലേ. സോ ദ ഫൺ ദേ ഹാഡ്, ദ ഗ്രാൻഡ് പാരൻസ്, ദ ആൻസെസ്റ്റേഴ്സ്, ദേ ഓൾ ഹാഡ് ഫൺ, വി ഹാഡ് ഫൺ, യു ഗൈസ് ആർ ഹാവിങ് ഫൺ അല്ലേ. നിങ്ങളൊക്കെ ഈ ഫൺ എന്താണ് എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ മോസ്റ്റ്ലി എന്തായിരിക്കും കുറെ കൂടി ടെക്നോളജി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ലോകം ഭരിക്കുക അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്കറിയാം ഒക്കെ എത്രത്തോളം എന്താണ് ഇന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തി എന്നുള്ളത്. നമുക്കറിയാം 2035 ഒക്കെ ആകുമ്പോഴേക്കും ന്യൂസ് ഉണ്ട്, നമ്മൾ പണ്ട് ഈ കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ ഈ ഫാൻറ്റസി വേൾഡിൽ പറക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ സൂപ്പർ ഹീറോസൊക്കെ അവരെ വിമാനങ്ങൾ ഇങ്ങനെ വിടുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെയുള്ള ഒരുപാട് സംഗതികൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ റോഡിൽ കൂടെ പോകുന്നതിന് പകരം നമ്മളൊക്കെ എന്തായിരിക്കും, പറക്കലായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു, ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ടീച്ച് യു. സോ ഹിയർ വി സ്റ്റോപ്പ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.